ദൈവത്തിന് മഹത്വം. നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനം. ഇത് ഇന്ന് അവൻ്റെ ശബ്ദം നിങ്ങൾക്കായി. കണ്ണുനീർ താഴ്വര നൽകുന്ന പാഠം. സങ്കീർത്തനം 84:6. കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. കണ്ണുനീരിൻ്റെ താഴ്വരയെ ഒരു ജലാശയം ആക്കി തീർക്കാം. ജലാശയം എന്നാൽ ഒരു കുളമോ കിണറോ തടാകമോ കടലോ സമുദ്രമോ എന്തും ജലാശയമാണ്. ജലാശയം അനുഗ്രഹത്തിൻ്റെ പ്രതീകമാണ്. കണ്ണീർ താഴ്വര ജലാശയമായി തീരുകയല്ല, ജലാശയം ആക്കി തീർക്കുകയാണ്. ചെറിയ ഒരു ഉറവ, അതും ഭൂമിക്ക് മുകളിലല്ല, ഭൂമിക്കടിയിലാണെങ്കിൽ നാം എന്ത് ചെയ്യും? മറ്റ് ഉപരിതലത്തിൽ വെള്ളമില്ലെങ്കിൽ അവിടെ നാം കുഴിക്കും. മുകളിൽ ആണെങ്കിൽ എന്താണ് നാം ചെയ്യുക? വെള്ളം ഒഴുകിപ്പോകാതെ ഉറവയുടെ 4 ചുറ്റും ഉയർത്തും, അല്ലെങ്കിൽ കുഴിക്കും. രഹസ്യം ഇതാണ്. കഷ്ടത നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്ന കഷ്ടത നമുക്ക് സന്തോഷം നൽകും. കാരണം കഷ്ടത സ്ഥിരമല്ല, അത് നാം അറിയും. നിത്യമായ പ്രത്യാശ നമ്മെ കാത്തിരിക്കുന്നു. ദൈവം മാറ്റമില്ലാത്തവൻ. സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ക്രിസ്തീയ ജീവിതത്തിൽ നിങ്ങൾ താഴ്വരയിലൂടെ സഞ്ചരിക്കുന്നില്ലെങ്കിൽ ഒരിക്കലെങ്കിലും മഹത്തായ ഒരു ക്രിസ്തീയ ജീവിതമല്ല. ജീവിതത്തിൻ്റെ നിരത്ത് എപ്പോഴും ഒരു നിരപ്പായ പ്രതലത്തിലൂടെ അല്ല. അങ്ങനെയാണെങ്കിൽ ക്രിസ്തീയ ജീവിതം ഒരു ത്രില്ലർ ആയിരിക്കില്ല. 84-ാം സങ്കീർത്തനം ഒരു തീർത്ഥയാത്രാ ഗീതമാണ്. പാട്ടുപാടി ദുഃഖങ്ങളെ മറന്ന് ഉത്സവത്തിനായി ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നാലും വർഷത്തിൽ 3 പ്രാവശ്യം ദേവാലയത്തിൽ ചെല്ലണമെന്നുള്ള കൽപ്പനയുടെ നിവൃത്തിക്കായുള്ള ഒരു ഉത്സവത്തിൻ്റെ യാത്ര. പ്രാർത്ഥിച്ചുകൊണ്ടല്ല അവർ യാത്ര ചെയ്യുന്നത്, പാടുകയാണ്. ദുഃഖിക്കുന്നവരാണ് പ്രാർത്ഥിക്കുന്നത്, സന്തോഷിക്കുന്നവർ പാട്ടുപാടുന്നവരാണ്. നമ്മൾ ഉണങ്ങിവരുന്ന താഴ്വരയിൽ സഞ്ചാരികളാണ്, തീർത്ഥാടകരാണ്. ഓരോ കണ്ണുനീർ തടാകങ്ങളെയും കുഴിക്കുന്നെങ്കിൽ ജലാശയമാക്കി തീർക്കുവാൻ സാധിക്കും. ജലാശയം നമുക്ക് തണുപ്പ്, കുളിർമയും തരുന്ന സ്ഥലമാണ്. ചൂടുകാലത്ത് ജലാശയത്തിൽ കുളിക്കുമ്പോൾ ശരീരത്തിന് കിട്ടുന്ന കുളിർമ ഒരനുഭവമാണ്. ജലാശയങ്ങൾ ഉണ്ടെങ്കിലേ മഴയുണ്ടെങ്കിലേ കൃഷി ഉണ്ടെങ്കിലേ ജീവിതമുള്ളൂ. നമുക്ക് പ്രാർത്ഥനയാലും ആരാധനയാലും ദൈവജന പഠനത്താലും കുഴിക്കാം. ജലാശയങ്ങൾ നിർമ്മിക്കപ്പെടട്ടെ. ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകട്ടെ. ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ.